അപ്പോൾ ഇന്ന് നമ്മൾ അക്കരപ്പള്ളിയിലെ പെരുന്നാളിന് പോകാൻ കേട്ടോ. അക്കരപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ അവിടെ നിന്ന് അക്കരയിലുള്ള പള്ളിയായ കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനും വെച്ച് അമ്മച്ചിയും കൂടിയാണ് കേട്ടോ പോയത്. നമ്മളവിടെ നിന്ന് വഞ്ചിക്കാണ് പോയത്. നമ്മുടെ തറവാടിൻ്റെ അവിടെ നിന്നാണ് കടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടിട്ട് എനിക്ക് അധികം നേരം ക്യൂവിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല എനിക്ക് പ്രാർത്ഥിച്ച് ഇറങ്ങാനായിട്ട്. കാര്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്തൊക്കെ നല്ല തിരക്കുമായിരുന്നു. പിന്നെ നമ്മളവിടെ നേർച്ചയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് നേരെ ഓരോ സാധനങ്ങൾ വാങ്ങാനും കടയിലും അതിനും ഇതിനൊക്കെ ആയിട്ട് പോയി. നല്ല ദാഹം ഉണ്ടായിരുന്നുകൊണ്ടിട്ട് നമ്മൾ 3 പേരും ഒരു കുലുക്കി സർബത്തൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കമ്മൽ കടയിലും കയറി ഒരു പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ എന്തോ ബ്രൗണി എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ മുളക് ബജിയാണ്. എപ്പോഴും ഉള്ളതാണല്ലോ മുളക് ബജി. എനിക്കെന്തോ ആരും അതിൽ കൈവശം തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഭയങ്കര എരിവായിരുന്നു ആ മുളക് ബജിക്ക്. എന്തോ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും പള്ളിയിൽ നിറയെ മുളക് ബജി കട ഉണ്ടാകുന്നതാണ്. ഈ പ്രാവശ്യം 2 കടയെങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ ഒരു ചൂട് ചുക്ക് കാപ്പിയും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഉണ്ണീനെ കണ്ടുപിട്ടി കേട്ടോ. അപ്പോൾ ഉണ്ണീനടി ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ വരാഞ്ഞത് ഞാൻ എന്തെങ്കിലും മേടിപ്പിക്കുമെന്ന് ഓർത്തിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് അപ്പം തന്നെ ഐസ്ക്രീം മേടിച്ചതിനായിട്ട് എന്നെയും പറിച്ചിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ ഒരു ഐസ്ക്രീം മേടിച്ച് തിരിച്ച് വന്ന വഴി പിന്നെയും ഒരു മുളക് ബജി മേടിച്ച് കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ വഞ്ചി വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. മീൻസ് അക്കരയിൽ തിരിച്ച് ഇനി ആളെ ഇറക്കിയിട്ട് വന്നല്ലോ. അങ്ങനെ വഞ്ചിയൊക്കെ വന്ന് നമ്മൾ വഞ്ചിയിൽ കയറി തിരിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാമ്മയും എനിക്ക് വേണ്ടിയിട്ട് ആ പച്ച കിറ്റിലുള്ളത് എനിക്ക് അച്ചാമ്മ മേടിച്ചു തന്നാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഈ കുടമിട്ടായി നമ്മുടെ കുമ്പളത്തായി ഏതോ അമ്പലത്തിൽ ഉത്സവമായിരുന്നു, ശക്തിപുരത്തെന്തോ. അപ്പോൾ ആ സമയത്ത് ഉണ്ണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ണി മറന്നുപോയി മേടിച്ചതായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വെറുതെ വിട്ടില്ല. പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ അത് കണ്ടപ്പോഴേക്കും മേടിച്ച്. അപ്പോൾ ഞാനതിനകത്ത് ചോക്ലേറ്റ് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് മേടിച്ച ബ്രൗണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണി ആക്ച്വലി എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇവർ അളിയന്മാർ തമ്മിൽ പൊക്കോളാം എന്ന് പറഞ്ഞു, മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ വരുന്നില്ല, ഇവർ 2 പേരും കൂടെ മീൻസ് ബാക്കി കമ്പനിക്കാരായിട്ട് സെപ്പറേറ്റ് വന്നോളാമെന്നും പറഞ്ഞാൽ അവർ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയത്താണ് അവിടെ നിന്ന് വന്നത്. അപ്പോഴാണ് ഞാൻ ഉണ്ണീനെ അവിടെ വെച്ച് കൈയോടെ പിടിച്ചത് ഗൈസ്.